നമസ്കാരം. വേണ്ടതുപോലെ നമ്മൾ ഇന്ന് വരെ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു വിഷയമാണ് ജനസംഖ്യ വർധനവ്. നമ്മളെ സായിപ്പന്മാർ തെറ്റിദ്ധരിപ്പിച്ചു, നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ജനസംഖ്യയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭീഷണിയെന്ന്. ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് അതിനൊരു പരിഹാരമുണ്ടാക്കാൻ മകൻ സഞ്ജയ് ഗാന്ധി തീരുമാനിച്ചു. രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ജൂതന്മാരാണ് ലോകത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞ് അവരെ കൂട്ടക്കൊല ചെയ്ത് ജൂതന്മാരിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ ഹിറ്റ്ലർ നടത്തിയതുപോലെ ഒരു ശ്രമമായിരുന്നു മനുഷ്യനെ പിടിച്ചുകൊണ്ടുപോയി വന്ധീകരിച്ചുവരെ ഇന്ത്യയുടെ ജനസംഖ്യ നിയന്ത്രിക്കാൻ ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും തുടങ്ങി വെച്ച പദ്ധതി. അന്നു മുതൽ നമ്മുടെ രാജ്യത്തെ അടിസ്ഥാനപരമായ നിയമം നാം 2 നമുക്ക് 2 എന്നതാണ്. അതായത് 2 കുട്ടികൾ മതി എന്നതാണ് നമ്മുടെ നിയമം. അത് ഫലപ്രദമായി നടപ്പിലാക്കിയത് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളാണ്. വടക്കേ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അത് മനസ്സിലാക്കിയിട്ടില്ല, പ്രവർത്തിച്ചിട്ടില്ല. അതിൻ്റെ തിക്തഫലം ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതൊരു സായിപ്പിൻ്റെ ഗൂഢാലോചനയാണ് എന്ന വാദം പലരും ഉയർത്തുന്നുണ്ട്. സായിപ്പന്മാരുടെ നാട്ടിൽ ജനസംഖ്യ കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിക്കും, അവരുടെ ഉപഭോഗവും കുറയും. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ ലോകത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടും. അതേസമയം ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ ജനസംഖ്യ വർദ്ധിക്കുകയും സമ്പദ് വ്യവസ്ഥ വളരുകയും ചെയ്യുമ്പോൾ ഉപഭോഗ വിപണി ഉണരുകയും നമ്മൾ സമ്പന്നരാവുകയും ചെയ്യും. അതുകൊണ്ട് ജനസംഖ്യ നിയന്ത്രിക്കാൻ ബോധപൂർവം സായിപ്പ് കെട്ടിയുണ്ടാക്കിയ ഗൂഢാലോചന സിദ്ധാന്തമാണ് ജനസംഖ്യാ പ്രശ്നം എന്നാണ് പലരുടെയും വിലയിരുത്തൽ. ആ വിലയിരുത്തലിൽ വിശ്വസിക്കുന്ന ആളാണ് ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്ക്. മസ്ക് പറയുന്നത് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ജനസംഖ്യ കുറയുന്നു എന്നതാണ്. അതിന് പരിഹാരമുണ്ടാക്കിയാൽ മതിയാവൂ. കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാർമിങ്ങും ഒക്കെ അതിൻ്റെ താഴെ മാത്രം വരുന്ന പ്രശ്നങ്ങളാണ്. ജനസംഖ്യ ഇങ്ങനെ ഇല്ലാതായാൽ ലോകം നശിക്കും. അതുകൊണ്ട് തന്നെ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടത് ചെയ്യണം എന്നതാണ് മസ്കിൻ്റെ നിലപാട്. മസ്ക് ഇത് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മസ്കിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. മക്കൾ എത്രയുണ്ടായാലും അവരെ തീറ്റിപ്പോറ്റാൻ മസ്കിനൊരു പ്രയാസവുമില്ല. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മസ്കിൻ്റെ സ്വകാര്യ സ്വത്തെന്ന് പറയുന്നത് 400 ബില്യൺ അമേരിക്കൻ ഡോളറാണ്. 1 ബില്യൺ അമേരിക്കൻ ഡോളർ എന്ന് പറഞ്ഞാൽ 86,000 കോടി രൂപയാണ്. അപ്പോൾ 400 ബില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ് തുക എന്നാലോചിക്കുക. രണ്ടാമത് നിൽക്കുന്ന ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗിൻ്റെ സ്വത്ത് 250 ബില്യനാണ്. അതായത് സുക്കർബർഗും മസ്കും തമ്മിൽ ഏതാണ്ട് 150 ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ വ്യത്യാസമുണ്ട്. മൂന്നാമത് ആമസോണിൻ്റെ മുതലാളിയായ ജെഫ് ബെസോസ് ആണ് 240 ബില്യൺ. ഏറ്റവും സമ്പന്നരായ 50 പേരുടെ പട്ടിക നോക്കിയാൽ 3 ഇന്ത്യക്കാരുണ്ട്. 18ാം സ്ഥാനത്ത് 90 ബില്യൺ അമേരിക്കൻ ഡോളറുമായി അംബാനി, 27ാം സ്ഥാനത്ത് 53 ബില്യനുമായി അദാനി, പിന്നെ HCLന്റെ സ്ഥാപകൻ 37 ബില്യനുമായി ശിവനാടാർ. ആ ഒരു പട്ടികയിലെ ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഉന്നതിയിൽ നിൽക്കുന്ന ആളാണ് എലൻ മസ്ക്. മസ്കിന് 2022 ഇരട്ടക്കുട്ടികൾ പിറന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നാൽ കഴിയുന്നത് താൻ ചെയ്യുമെന്നും ഇനി മക്കൾക്ക് ജന്മം കൊടുക്കുമെന്നുമാണ്. അന്ന് പറഞ്ഞ ഇരട്ടക്കുട്ടികൾക്ക് ഇപ്പോൾ 3 വയസ്സുണ്ട്. മോദിയെ കാണാൻ വാഷിങ്ടണിൽ എത്തിയത് ഈ 2 കുട്ടികളുമായാണ്. ഏറ്റവും ഒടുവിൽ മസ്കിൻ്റെ 13ാമത്തെ കുട്ടി പിറന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതും 4ാമത്തെ സ്ത്രീയിൽ. ആദ്യ സ്ത്രീയിൽ 6 മക്കളുണ്ടായിരുന്നു, ഒരാൾ മരിച്ചുപോയി. പിന്നെ 3 സ്ത്രീകളിലായി 12 മക്കളാണ് മസ്കിന് ഇതുവരെയുള്ളത്. 53കാരനായ മസ്കിൻ്റെ കുഞ്ഞിന് താൻ 5 മാസം മുൻപ് ജന്മം കൊടുത്തെന്ന് 26കാരിയായ ആഷ്ലി സെൻക്ലെയർ കഴിഞ്ഞ ദിവസം മസ്കിൻ്റെ ഉടമസ്ഥാവകാശത്തിലുള്ള എക്സിലൂടെ പുറത്തുവിടുകയായിരുന്നു. കൺസർവേറ്റീവ് സർക്കിളുകളിൽ ഏറെ സ്വാധീനമുള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ആഷ്ലി സെൻക്ലെയർ. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ സകല നേതാക്കളുമായി ആഷ്ലിയുടെ ചിത്രങ്ങൾ കാണാം. 5 മാസം മുമ്പ് താൻ മസ്കിൻ്റെ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്ന് ആഷ്ലി പ്രഖ്യാപിച്ചിട്ട് മസ്ക് ഒന്നും വേണ്ടിയിട്ടില്ല. മസ്കിനെ അറിയാവുന്ന സ്ത്രീകൾ പറയുന്നു ഇതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. എവിടെയെല്ലാം സ്ത്രീകളെ കിട്ടിയാലും അവരിലൊക്കെ കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ മസ്ക് ഒരുക്കമാണ്. എത്ര സ്ത്രീകളുണ്ട് എന്നത് മസ്കിന് പ്രശ്നമല്ല, കുട്ടികളുടെ എണ്ണം കൂടുക എന്നത് മാത്രമാണ് മസ്കിൻ്റെ കണക്ക്. 13 കുട്ടികൾക്ക് ജന്മം കൊടുത്ത 53കാരനായ മസ്ക് ഇനി ഒരു 30 വർഷം കൂടിയെങ്കിലും ഉൽപ്പാദന പ്രക്രിയ തുടരുമെന്നാണ് മസ്കിനെ അറിയാവുന്നവർ പറയുന്നത്. എത്ര കുട്ടികൾക്ക് ജന്മം കൊടുക്കാൻ കഴിഞ്ഞാലും മസ്ക് അത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അവർ പറയുന്നു. എന്തായാലും ലോകത്തെ ഏറ്റവും സമ്പന്നനായ എലൻ മസ്ക് പറഞ്ഞത് പ്രവർത്തിക്കുന്ന ആളാണ്. ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജനസംഖ്യ കുറയുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന മസ്ക് തന്നാൽ കഴിയുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 13 കുട്ടികളുടെ അപ്പനായിരിക്കുന്ന മസ്ക് ഇനി വരുന്ന 30 വർഷം കൊണ്ട് എത്ര കുട്ടികൾക്ക് കൂടി ജന്മം നൽകും എന്നറിയാൻ കാത്തിരിക്കുകയാണ് ലോകം.